നമുക്ക് വേവ്സിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നിങ്ങളുടെ പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന പല ഡെറിവേഷൻസും നിങ്ങൾക്ക് ഇതിൽ കാണാം. സ്ഥിരമായി ഈ ചോദ്യം ഈ സെക്ഷനിൽ നിന്ന് ഒരു ചോദ്യം ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു ലോജിക്ക് പിടികിട്ടിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പ്രോഗ്രസീവ് വേവ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി സ്റ്റാൻഡിങ് വേവ്സ് ഓർ സ്റ്റേഷനറി വേവ്സ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിശ്ചലമായി നിൽക്കുന്നു എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന വേവുകളാണ് സ്റ്റാൻഡിങ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ്. അപ്പോൾ ഒരു വേവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റിജിഡ് ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു വേവിനെ അങ്ങോട്ടേക്ക് വിടുന്നു, അവിടെ നിന്ന് റിജിഡ് ബൗണ്ടറിയിൽ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വേവ് വരുന്നു. അപ്പോൾ ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക y1 ഈസ് ഈക്വൽ ടു a sin kx ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടാണ്. റിഫ്ലക്റ്റഡ് വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്, അതായത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? y2 xt ഈസ് ഈക്വൽ ടു a sin kx പ്ലസ് ഒമേഗ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ആ മീഡിയത്തിലുള്ള ആ സ്ട്രിങ്ങിലുള്ള ഒരു പോയിന്റിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഈ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് a sin kx പ്ലസ് ഒമേഗ ടി എന്ന് വരും. നിങ്ങൾ നോക്കിയാൽ കാണാം, a കോമൺ ആണ്, പുറത്തെടുത്തു. സൈൻ a പ്ലസ് ബി പ്ലസ് സൈൻ a മൈനസ് ബി അല്ലെങ്കിൽ സൈൻ a മൈനസ് ബി പ്ലസ് സൈൻ a പ്ലസ് ബി എന്ന ഫോർമാറ്റിലാണിത്. അപ്പോൾ ആ സൊല്യൂഷൻ, ട്രിഗണോമെട്രിക് റിലേഷൻ്റെ സൊല്യൂഷൻ, അതായത് സൈൻ a പ്ലസ് ബി പ്ലസ് സൈൻ a മൈനസ് ബി is equal to 2 സൈൻ a കോസ് ബി. അപ്പോൾ ഇവിടെ a എന്നുള്ളത് kx ആയിട്ടും b എന്നുള്ളത് ഒമേഗ ടി ആയിട്ടും എടുത്താൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക 2a സൈൻ kx കോസ് ഒമേഗ ടി എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡിങ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതുവരെ നമ്മൾ ഒരുപാട് ഓസിലേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടു, പ്രോഗ്രസീവ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടു. ഇനി സ്റ്റാൻഡിങ് വേവ്, സ്റ്റേഷനറി വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണിത്, 2a സൈൻ kx കോസ് ഒമേഗ ടി. ഇതിൽ ഈ 2a സൈൻ kx എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. കോസ് ഒമേഗ ടി ആണ് ഇതിൻ്റെ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട്, സമയത്തിനനുസരിച്ചാണല്ലോ ഈ വേവ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറും, അപ്പോൾ അതുകൂടി ചേർത്ത് ആംപ്ലിറ്റ്യൂഡാക്കി മാറ്റി 2a സൈൻ kx ആണ് റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഓരോ പോയിന്റിനനുസരിച്ചും അതെന്ത് ചെയ്യും നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് വേരി ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഈ സെക്ഷനിൽ ഇതിപ്പോൾ ഒരൊറ്റ സ്ട്രിങ് ആണ്. ഇതിലെ ഒരു വേവ്, ഇപ്പം നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ റെഡ് വേവ് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ബൗണ്ടറിയിൽ നിന്നും തിരിച്ചു വരുന്ന വേവാണ് ഗ്രീൻ വേവ്. അപ്പോൾ ഓരോ പോയിന്റിലും നിങ്ങൾ നോക്കൂ, ഒരു വേവ് കംപ്ലീറ്റ് ആയിട്ട്, ഒരു വേവിൻ്റെ ക്രസ്റ്റും മറ്റേ വേവിൻ്റെ ട്രഫും ഉണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള വേവിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളും ഉണ്ട്, മിനിമം അല്ലെങ്കിൽ സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളും ഉണ്ട്. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളെയാണ് നമ്മൾ ആൻറ്റി നോഡ്സ് എന്ന് വിളിക്കുക. സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോയിന്റുകളെയാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുക. കണ്ടോ? നോഡ്സ്, പോയിന്റ്സ് ഓൺ എ സ്റ്റാൻഡിങ് വേവ് അറ്റ് വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഈസ് സീറോ. ആൻറ്റി നോഡ്സ്, പോയിന്റ്സ് ഓൺ എ സ്റ്റാൻഡിങ് വേവ് അറ്റ് വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം. ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ വളരെ ഇതായി ശ്രദ്ധിച്ചിരിക്കണം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഒരു കണക്ഷൻ വേണം, എന്നാലാണ് ഇത് നമുക്ക് വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആംപ്ലിറ്റ്യൂഡ്, നമ്മൾ ആദ്യം പൊസിഷൻ ഓഫ് നോഡ്സും പൊസിഷൻ ഓഫ് ആൻറ്റി നോഡ്സും, നോഡ്സ് എന്ന് പറഞ്ഞാൽ സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൊസിഷൻ ഓഫ് നോഡ്സിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എഴുതുക. a is equal to 2a sin kx ആണ് ഒരു സ്റ്റേഷനറി വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ ആംപ്ലിറ്റ്യൂഡ് സീറോ ആവുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുക. അപ്പോൾ a is equal to 0 ആയി. a സീറോ ആവണമെങ്കിൽ 2a ഒന്നും സീറോ അല്ല, പിന്നെ എന്തേ ആവാൻ പറ്റുള്ളൂ? സൈൻ kx സീറോ ആവണം. സൈൻ kx സീറോ ആവണമെങ്കിൽ kx n പൈ ആയിരിക്കണം. വേർ n ഈസ് എൻ ഇൻറ്റീജർ. ഇവിടെ നിന്ന് 0 1 2 3 എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു നമ്പറാണ് n. പക്ഷെ നമുക്കറിയാം k എന്ന് പറയുന്നത് 2 പൈ ബൈ ലാംഡയാണ്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 പൈ എക്സ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു n പൈ. അതിൽ നിന്ന് x is equal to n ലാംഡ, പൈ ക്യാൻസൽ ചെയ്യും, n ലാംഡ ബൈ 2 എന്ന് കിട്ടും.
വേർ n is equal to 0, 1, 2, 3, etc. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് എവിടെയാണ്? 0യിലാണ്. പിന്നെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ λ/2ലാണ്. പിന്നെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 λ/2ലാണ്. കണ്ടോ? അപ്പോൾ ആ നോഡ്സിന്റെ പൊസിഷൻ നോക്കൂ. കണ്ടോ? ആദ്യത്തെ നോഡ് എവിടെയാണ്? x ഈക്വൽ ടു 0യിലാണ്. രണ്ടാമത്തെ നോഡ് x ഈക്വൽ ടു λ/2. നോക്കൂ, ഒരു വേവിന്റെ ക്രസ്റ്റും ട്രഫും കൂടി ചേരുമ്പോഴാണ് ഒരു ലാംഡ ആവുന്നത്. അതിന്റെ പകുതി അല്ലേ? ആണ് ഈ λ/2. അടുത്തത് 2 λ/2, അതായത് ലാംഡ. കണ്ടോ? കംപ്ലീറ്റ് വേവ്, ഈ റെഡ് വേവ് കംപ്ലീറ്റ് ആയിട്ട് എത്തുന്ന സ്ഥലം. അല്ലെ ഗ്രീൻ എടുത്താലും ശരിയാവും. 3 λ/2 അടുത്ത പോയിന്റ്. അപ്പൊ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് നോഡ്സ്, തൊട്ടടുത്തുള്ള നോഡുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? λ/2 -0. എത്രയാണത്? λ/2. ഇതുപോലെ തന്നെ നമുക്ക് ആന്റി നോഡ്സിന്റെ പൊസിഷനും കാണാം. ആന്റി നോഡ്സിലുള്ള പ്രത്യേകത എന്താ? ഏത് പോയിന്റിനെയാണ് നമ്മൾ ആന്റി നോഡ് എന്ന് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയ പോയിന്റിനെയാണ്. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ 1. അപ്പൊ a is equal to 2a sin kx ഇക്വേഷൻ എഴുതുക. ആംപ്ലിറ്റ്യൂഡ് ഇസ് മാക്സിമം വെൻ 2a ആകുമ്പോൾ, അല്ലെങ്കിൽ സൈൻ kx 1 ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും, അതായത് 2a ആയിരിക്കും. അപ്പൊ എപ്പോഴൊക്കെയാണ് സൈൻ kx 1 ആവുക? kx n+1/2 into പൈ ആകുമ്പോഴാണ്. ഈ കണ്ടീഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നിങ്ങളിത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ഈസി ആണെന്ന് കാണാം. പക്ഷെ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ എഴുതി പോകാൻ പറ്റുക. n+1/2 into പൈ. നോക്കൂ, n ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതെന്തായി? π/2 ആയി. സൈൻ π/2 1. n is equal to 1 ആകുമ്പോൾ എന്തായി? 3π/2 ആയി അല്ലെ? അപ്പോൾ വീണ്ടും 1. അപ്പോൾ പിന്നെ നമുക്കറിയാം k is equal to n/λ ആണ്. അതിൽ നിന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ x is equal to π ക്യാൻസൽ ചെയ്യും. n+1/2 into λ/2 എന്ന് കിട്ടും. വേർ n is equal to 0, 1, 2, 3, etc. നേരത്തെ പോലെ തന്നെ n-ന് ആദ്യം 0 കൊടുക്കാം. അപ്പൊ എന്താ കിട്ടുക? λ/4 കിട്ടും. പിന്നെ 1 കൊടുക്കുക n-ന്. അപ്പൊ എന്ത് കിട്ടും? 3 λ/4 കിട്ടും. പിന്നെ 2 കൊടുക്കുക, 5 λ/4 കിട്ടും. കണ്ടോ? അപ്പൊ ഇനി അത് എവിടെയാ നോക്കൂ, ആ ഗ്രാഫിൽ λ/4 എവിടെയാണ്? കണ്ടോ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ആ പോയിന്റ്. അടുത്തത് 3 λ/4, അടുത്തത് 5 λ/4. ഇനി അടുത്തടുത്തുള്ള രണ്ട് ആന്റി നോഡുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 3 λ/4 മൈനസ് λ/4. അത് എത്രയാണ്? λ/2 ആണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ടിന് ഇടയിലുമുള്ള ഡിസ്റ്റൻസ്, ഒരു നോഡ്, രണ്ട് നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് λ/2 ആണ്. രണ്ട് ആന്റി നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് λ/2 ആണ്. ഒരു നോഡിനും അടുത്തടുത്തുള്ള ഒരു നോഡിനും ഒരു ആന്റി നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/4 ആണ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ഓരോ കേസുകളായിട്ട് എടുക്കാൻ പോവാണ്. ഒന്നാമത്തെ കേസ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്, വലിച്ചു വെച്ചിട്ടുള്ള ഒരു നൂലാണ്. ഒരു ലെങ്ത് L, ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് ഭാഗത്തും റിജിഡ് ബൗണ്ടറിയാണ്. അപ്പൊ രണ്ട് ഭാഗത്തും റിജിഡ് ബൗണ്ടറി ആണെന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 0യും x ഈക്വൽ ടു L-ഉം. രണ്ട് ഭാഗത്തും റിജിഡ് ബൗണ്ടറി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിരുന്നു, റിജിഡ് ബൗണ്ടറികളിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതായത് നോഡാണ് ഈ രണ്ട് സ്ഥലത്തും ഉണ്ടാവുക അല്ലെ? അപ്പോ നോഡ് പ്രൊഡ്യൂസ്, എത്ര ദൂരത്തിലാണ് നോഡ് ഉണ്ടാവുക? n λ/2 ദൂരത്തിലാണ്. നമ്മൾ നേരത്തെ പോയിന്റ്സുകളൊക്കെ ഓർമ്മ വേണം. n λ/2 ദൂരത്തിലാണ് നോഡുകൾ ഉണ്ടാവുക. അപ്പൊ ആദ്യം n ഈക്വൽ ടു 0 കൊടുത്തു, വി ഗെറ്റ് x ഈക്വൽ ടു 0, ആദ്യത്തെ പോയിന്റ്. ഇനി n ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ എന്താ കിട്ടുക? λ/2 എന്ന് കിട്ടും. അപ്പൊ ആ സ്ഥലത്ത് x-ന് പകരം എന്തിടണം? L എന്നിടണം. കണ്ടോ? അപ്പൊ L is equal to n λ/2 where n is equal to 1, 2, 3, etc. അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ വാല്യൂസ് ഓഫ് n, the length L of the string can vibrate in different pattern and are called modes of vibration. അതെന്താണെന്നറിയോ പറഞ്ഞത്? ഈ ചിത്രം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് മോഡ് ഓഫ്, നമ്മൾ വളരെ പതുക്കെയാണ് സ്ട്രിങ് നടക്കുന്നതെന്ന് വിചാരിക്കും. ഒരൊറ്റ വേവേ ആ നൂലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നൂലിലുള്ള വേവിന്റെ ചിത്രം എങ്ങനെയായിരിക്കും? രണ്ട് റിജിഡ് നോഡുകൾ, രണ്ട് റിജിഡ് ബൗണ്ടറികളിലും നോഡ് ഈ ചിത്രത്തിലുള്ളത് പോലെ. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിത്രം ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. ഇതാ ഇങ്ങനെ രണ്ട് ഇതുണ്ടാവും. കണ്ടോ? അപ്പൊ ഇവിടെ എത്ര വേവ് ലെങ്ത് ഉണ്ടാവും? ഈ L ദൂരത്തിൽ നോക്കൂ, ഒരു വേവിന്റെ പകുതിയാണിത് അല്ലെ? ഒരു നോഡിൽ നിന്ന് തുടങ്ങി ആന്റി നോഡിലെത്തി, വീണ്ടും ആന്റി നോഡിലെത്തി, വീണ്ടും നോഡിലെത്തുമ്പോഴാണ് ഒരു വേവ് ഉണ്ടാവുക. അതായത് ഒരു ലാംഡ ഉണ്ടാവുക. അപ്പൊ ഇത് എന്താണ്? ഇത് λ/2 ആണ്. അപ്പൊ L is equal to λ1/2. n is equal to 1 ഇട്ടാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ അത് L is equal to
ലാംഡ 1/2. ഇതിന് n ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് മോഡ് എന്ന് പറയുക. വളരെ പതുക്കെയാണ് നമ്മൾ ആ സ്ട്രിങ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ഒരു വേവിന്റെ കഷ്ണം, ഒരു വേവ് പറഞ്ഞാൽ ലാംഡയാണ്, അതിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. കണ്ടോ, അതാണ് ഈ ചിത്രം. നിങ്ങൾ പോകെ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കാം, നമുക്ക് അടുത്ത ഘട്ടം ഒന്നുകൂടി മനസ്സിലാവും. അപ്പൊ ആദ്യം നമ്മൾ ഫ്രീക്വൻസി നോക്കാം. അപ്പൊ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും L is equal to ലാംഡ 1/2 ആണ്. ലാംഡ 1 is equal to 2L ആണ്. ലാംഡ is equal to ന്യൂ V is equal to ന്യൂ ലാംഡ എന്നുള്ള ഇക്വേഷനിൽ നിന്നും ലാംഡ is equal to V by ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V by ന്യൂ 1 is equal to 2L. അപ്പൊ ന്യൂ 1 is equal to V by 2L. ഈ ഫ്രീക്വൻസിയെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് വിളിക്കുക. ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഇങ്ങനെ ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ലിങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കണത്, അല്ലാണ്ട് ഓരോന്നോരോന്ന് നമുക്ക് ഇത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്തത് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. നേരത്തെ നമ്മൾ ഇളക്കി കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത്തിൽ ആ നൂല് ഇളക്കിയാൽ അതിലൊരു കംപ്ലീറ്റ് വേവ് ഉണ്ടാകും. അപ്പോഴും കണ്ടീഷൻ എന്താണ്? റിജിഡ് ബൗണ്ടറികളിൽ നോഡുകൾ ഉണ്ടാകണം, ഡിസ്പ്ലേസ്മെന്റ് ഇല്ലല്ലോ. അപ്പൊ n ഈസ് ഈക്വൽ ടു 2. നോക്കൂ, ഇവിടെ ഒരു നോഡ് ഉണ്ടായി, ഇവിടെ ഒരു നോഡ് ഉണ്ടായി. അപ്പൊ ഫസ്റ്റ് മോഡിൽ തന്നെ അല്ലല്ലോ, ഒരു നോഡും കൂടി ഒന്നും കൂടി വേണ്ടേ? അപ്പൊ നടുവിലും ഒരു നോഡ് ഉണ്ടാവും. നമ്മൾ ഈ വേവ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് കണ്ട, നോഡ്, ആന്റിനോഡ് അല്ലെങ്കിൽ ക്രസ്റ്റ്, ട്രഫ് ചേർന്ന് ഒരു ഇത്. അപ്പൊ എന്തായി? ലാംഡ ആയി. അപ്പൊ L ഈസ് ഈക്വൽ ടു ലാംഡ 2. എപ്പോഴാണ് L ഈസ് ഈക്വൽ ടു ലാംഡ 2 ആവുന്നത്? n ഈസ് ഈക്വൽ ടു 2 ആവുമ്പോൾ. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഒരേ പാറ്റേൺ ആണ് കേട്ടോ. ലാംഡ 2 ഈസ് ഈക്വൽ ടു L. ലാംഡ 2ന് V ബൈ ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V ബൈ ന്യൂ 2 ഈസ് ഈക്വൽ ടു L. അപ്പൊ ന്യൂ 2 ഈസ് ഈക്വൽ ടു V ബൈ L. അതിനെ ആദ്യത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാം V ബൈ 2L ഉം V ബൈ L ഉം ആണ്. അതായത് ന്യൂ 2 ഈസ് ഈക്വൽ ടു 2 ന്യൂ 1. ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ സെക്കൻഡ് ഹാർമോണിക്. ഈ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ആളെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് വിളിക്കും. രണ്ടാമത്തെ ആളെ സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കും. കാരണം എന്താ പറയുക, ഈ വാക്കുകൾ മാത്രം തന്നിട്ട് ചിത്രം വരയ്ക്കാൻ പറയും ചിലപ്പോൾ. ഡ്രോ ദി ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ ഈ ചിത്രമാണ് വരയ്ക്കേണ്ടത് എന്ന് ഓർമ്മയിൽ വരണം. അപ്പൊ ഈ വാക്കുകളൊക്കെ ഓർത്തു വെക്കണം. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്തായിരിക്കും? വീണ്ടും എൻഡ് പോയിന്റുകളിൽ നോഡ് വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് തേർഡ് മോഡ് എന്ന് പറയുമ്പോൾ എത്ര വേവുകൾ ഉണ്ടാവും? 1.5 വേവ് ഉണ്ടാവും അല്ലെ? നേരത്തെ ആദ്യത്തേൽ അര വേവ് ആയിരുന്നു, പിന്നത്തേൽ ഒരു വേവ് ആയി, ഇപ്പൊ ഒരു കഷ്ണവും കൂടി ആയി, അതായത് 3/2 ലാംഡ. അപ്പൊ n ഈസ് ഈക്വൽ ടു 3 നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ x ഈക്വൽ ടു n ലാംഡ ബൈ 2 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് പകരം L എന്നിട്ട് കൊടുക്കുക. അപ്പൊ L is equal to 3 ലാംഡ 3/2 എന്ന് കിട്ടും. അതിന്റെ ചിത്രമാണിത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീക്വൻസി കാണുക? L is equal to 3 ലാംഡ 3/2. അതിൽ നിന്ന് ലാംഡ 3 കാണുക 2L/3. അതിൽ നിന്ന് ന്യൂ 3 കാണുക, അതായത് V ബൈ ന്യൂ 3 is equal to 2L/3. അപ്പോൾ 3 into V by 2L ആണ്. അതായത് ന്യൂ 3 is equal to 3 ന്യൂ 1 ആണ്. ഇതെങ്ങനെ കിട്ടിയത്? ഈ ന്യൂ ബൈ 2L ആണ് എന്ത്? നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. V by 2L ആണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. അപ്പൊ അതിലേക്ക് അതിനെ മാറ്റി എഴുതി എന്നേ ഉള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാം? മുകളിലും താഴെയും ഓരോ 2 കൊണ്ട് 2L/3 എന്നുള്ളതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണിത്. അപ്പോൾ ന്യൂ 3 is equal to 3 ന്യൂ 1 എന്ന് കിട്ടും. ദിസ് ഫ്രീക്വൻസി ഈസ് കോൾഡ് തേർഡ് ഹാർമോണിക്, അല്ലെങ്കിൽ എന്ത് പറയാം? സെക്കൻഡ് ഓവർടോൺ എന്ന് പറയാം. അപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രീക്വൻസികൾ, ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. ആദ്യം വളരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു, പിന്നെ കുറച്ചുകൂടി സ്ട്രെങ്ത്തിൽ, പിന്നെ കുറച്ചുകൂടി സ്ട്രെങ്ത്തിൽ. അപ്പോഴാണ് ഈ നമ്പർ ഓഫ് വേവ്സിന്റെ എണ്ണം അങ്ങനെ കൂടി വരുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രീക്വൻസികൾ ഏതൊക്കെയാണ്? ന്യൂ 1:2, ന്യൂ 2:2, ന്യൂ 3. ഏതാണ്? 1:2, 2:3. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ എഴുതിയത്. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആൻഡ് ഓൾ ഇറ്റ്സ് ഓവർടോൺസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ് 1. അതിന്റെ എല്ലാ ഓവർടോണുകളും, സെക്കൻഡ് ഓവർടോൺ അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ, അങ്ങനെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത്. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ വയർ സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 റിജിഡ് സപ്പോർട്ട്സ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഫണ്ടമെന്റൽ മോഡ് വിത്ത് ഫ്രീക്വൻസി 45 ഹെർട്സ്.
മാസ് ഓഫ് ദ വയർ തന്നിട്ടുണ്ട്, ലീനിയർ മാസ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവും ടെൻഷൻ ഇൻ ദ സ്ട്രിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ തന്നതൊക്കെ ആദ്യം എഴുതാം. ന്യൂ ഇസ് ഈക്വൽ ടു 45 ഹേർട്സ്, എം ഇസ് ഈക്വൽ ടു 3.5 × 10⁻², ലീനിയർ മാസ് ഡെൻസിറ്റി മ്യൂ എന്ന് പറയുന്ന അതാണത് 4 × 10⁻², സ്പീഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ് ആണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യത്തെ ഫണ്ടമെന്റൽ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫണ്ടമെന്റൽ മോഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ ഇക്വേഷൻ എഴുതാം. എന്താണ്? ന്യൂ ഇസ് ഈക്വൽ ടു V/2L. അതിൽ നിന്ന് എന്താണ്? 2L ഇൻറ്റു ന്യൂ ഇസ് ഈക്വൽ ടു V അല്ലെ. V ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. V ഇസ് ഈക്വൽ ടു 2L ന്യൂ. ഇതൊക്കെ തൊട്ട് മുന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇതിൽ വിയും ന്യൂ ഒരേപോലെ എഴുതിയോണ്ടാണ് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് വ്യത്യാസപ്പെടുത്തി എഴുതണം. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൽ നിന്ന് L ആദ്യം കണ്ടുപിടിക്കാം. L എങ്ങനെ കണ്ടുപിടിക്കും? മ്യൂ തന്നിട്ടുണ്ട്. മ്യൂ പറഞ്ഞാൽ M/L ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ മാസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ലെങ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് അപ്പോ എന്താണ്? V ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു L-ന് പകരം M/μ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു ന്യൂ. ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. 2 തന്നിട്ടുണ്ട്, 3.5 × 10⁻², by 4 × 10⁻² ഇൻറ്റു ന്യൂ എത്ര തന്നത്? 45. അപ്പോൾ വെലോസിറ്റി കിട്ടും. V ഇസ് ഈക്വൽ ടു 78.75 m/s. ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ട് എന്താ? ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ട്രാൻസ്വേഴ്സ് വയർ സ്ട്രെച്ചഡ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ സോളിഡിലുള്ള അല്ലെങ്കിൽ സ്ട്രിങ്ങിലുള്ള വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. V ഇസ് ഈക്വൽ ടു √T/μ ആണ്. അതിൽ T കണ്ടുപിടിക്കാൻ വേണ്ട. അപ്പൊ V² ഇസ് ഈക്വൽ ടു T/μ. T ഇസ് ഈക്വൽ ടു μv². മ്യൂ തന്നിട്ടുണ്ട്, V നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ T ഇസ് ഈക്വൽ ടു 248 ന്യൂട്ടൺ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുള്ള ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. ഇനി നമ്മൾ ഒരു എയർ കോളം, ഒരു പൈപ്പിൽ താഴെ വെള്ളമുണ്ട് എന്ന് വിചാരിക്കും. അതിന്റെ മുകളിൽ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പൊ ഈ വെള്ളമുള്ള സ്ഥലം ക്ലോസ്ഡ് ആണ്, മുകളിൽ ഫ്രീ സ്പേസ് ആണ്, അതിന്റെ പുറത്ത് എയർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ്? ആ പൈപ്പ് ഇതുപോലെ ഉണ്ടാവുക. താഴെ വെള്ളമാണ്, അവിടെ നോഡാണ്, അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള റീജിയൻ ആണ്, മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പോൾ ഓസിലേഷൻ ഓഫ് എൻ എയർ കോളം വിത്ത് വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ എൻഡ് ഓപ്പൺ. X ഈക്വൽ ടു 0. ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നോഡാണ് ഉണ്ടാവുക. ആന്റി നോഡിലോ അല്ല, ഓപ്പൺ സ്ഥലത്തോ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. ആ വാക്കുകൾ ഓർമ്മ വേണം കേട്ടോ. ക്ലോസ്ഡ് ആയിട്ട് റിജിഡ് ബൗണ്ടറിയിൽ 0 ഡിസ്പ്ലേസ്മെന്റ്, അപ്പൊ നോഡാണ് ഉണ്ടാവുക. ഓപ്പൺ ബൗണ്ടറിയിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അപ്പൊ ആന്റി നോഡാണ് ഉണ്ടാവുക. അപ്പോ നിങ്ങൾ ആ ചിത്രം വരച്ചു നോക്കാൻ പറ്റണം നിങ്ങൾക്ക്. അപ്പൊ ചിത്രം വരച്ചു നോക്കുമ്പോൾ ഇവിടെ നോഡും ഇവിടെ ആന്റി നോഡും ആയിട്ടുള്ള ഒരു വേവിന്റെ കഷ്ണമാണ് കിട്ടുക. കണ്ടോ? അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻ ഫോർ നോഡും എഴുതണം, കണ്ടീഷൻ ഫോർ ആന്റി നോഡും എഴുതണം. എന്താണ് കണ്ടീഷൻ ഫോർ ആന്റി നോഡ്? ഓപ്പൺ എൻഡിൽ X ഈക്വൽ ടു L ആണ്. കണ്ടീഷൻ ഫോർ എന്താണ്? n+1/2 × λ/2 ആണ്. അപ്പോൾ X-ന് പകരം L എന്ന് കൊടുക്കുക, ആ ഇക്വേഷൻ കിട്ടും. ഇനി ഈ N-നനുസരിച്ച് എയർ കോളം, ഇതിന്റെ ഉള്ളിലുള്ള എയർ കോളം ഡിഫറെന്റ് മോഡ്സ് ഓഫ് vibration. Air column inside the pipe can vibrate in different modes. നോക്കൂ, ഒന്നാമത്തെ വൈബ്രേഷൻ, ഒന്നാമത്തെ മോഡ് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ആന്റിനോഡ് ഈ എൻഡിൽ ആന്റിനോഡും നോഡുള്ള സ്ഥലത്ത് നോഡുമായിട്ടുള്ള ഒരു വേവിന്റെ കഷ്ണമാണ് കിട്ടുക. അപ്പോൾ ആ ഫസ്റ്റ് മോഡ് ആയതുകൊണ്ട് N ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ ചിത്രം നോക്കൂ, N ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഉണ്ടാവും? ഒരു വേവിന്റെ ഒരു നോഡിൽ നിന്ന് തുടങ്ങി ഒരു ആന്റിനോഡിലെത്തി, പിന്നെ നോഡ്, പിന്നെ ആന്റിനോഡ്, അങ്ങനെയല്ലേ പോവാ. പിന്നെ വീണ്ടും നോഡ്, അപ്പോഴാണ് ഒരു വേവ് ആവുക. അപ്പൊ ഇത് ഒരു λ/4, ഒരു വേവിന്റെ 1/4 ഭാഗമേ ഉള്ളൂ. അത് നിങ്ങൾ വേറെ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വേവ് ഒരു വേവ് പറഞ്ഞാൽ 0-ൽ നിന്ന് തുടങ്ങി മാക്സിമത്തിൽ എത്തുന്ന ആ പൊസിഷനാണിത്. അപ്പൊ അവിടെ വേവ് ലെങ്ത്തിന്റെ 1/4 ഉണ്ടാവൂ. അതായത് L ഇസ് ഈക്വൽ ടു λ/4. ഇത് നേരത്തെ ഈക്വേഷനിലും കിട്ടും. N ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ ഇവിടെ എന്താ കിട്ടുക? λ/4. അതിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. രണ്ട് വിധത്തിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതിൽ നിന്ന് ലാംഡ കണ്ടെത്തുക, അതിൽ നിന്ന് V/ന്യൂ കണ്ടെത്തുക, അതിൽ നിന്ന് ന്യൂ കണ്ടെത്തുക. ന്യൂ ഇസ് ഈക്വൽ ടു V/4L എന്ന് കിട്ടും. ഈ ഫ്രീക്വൻസിയെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് വിളിക്കുക. നേരത്തെ V/2L ആയിരുന്നു.
രണ്ട് ഭാഗത്തും റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ v/2l ആണ്. കണ്ടോ, ഒരു ഭാഗം ഓപ്പൺ ആയപ്പോൾ ഫ്രീക്വൻസി v/4l ആയി. അടുത്ത മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ n is equal to 1 ആയിരിക്കും. അപ്പൊ ചിത്രം എങ്ങനെയാ ഉണ്ടാവുക? ആദ്യം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഫിക്സഡിൽ നോഡ് തന്നെ, പിന്നെ ഇവിടെ ആന്റി നോഡ് വരണം. അപ്പൊ ആദ്യത്തെ ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അടുത്ത ചിത്രം വരയ്ക്കണം. അപ്പോൾ വീണ്ടും ഒരു നോഡ് കൂടി വരും. മനസ്സിലായോ? ഈ ചിത്രം നോക്കിയാൽ കാണാം, ഇതിലൊരു വേവ് മുഴുവനില്ല, ഒരു വേവിന്റെ മുക്കാൽ ഭാഗമേ ഉള്ളൂ. കണ്ടോ, ഒരു ഫുള്ള് ക്രസ്റ്റ് അടുത്ത ട്രഫിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇനി മുകളിലേക്ക് പോയാലേ എന്താവുള്ളൂ, ഒരു വേവ് ആവുള്ളൂ. അപ്പൊ മുക്കാൽ ഭാഗം വേവ് ഉണ്ടാവും. അതാണ് 3λ/4. അപ്പൊ ഇവിടെ n is equal to 1 കൊടുത്താൽ ആ ഇക്വേഷനിൽ നിന്നും ഇത് തന്നെ കിട്ടും. L is equal to 3λ/4. ഇതാ ഇവിടെ n is equal to 1 കൊടുത്താൽ എന്ത് കിട്ടും? 1 കൊടുത്താൽ 3/2 into λ/2, അതായത് 3λ/4 എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് നേരത്തെ പോലെ ലാംഡ കണ്ടുപിടിക്കുക, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പൊ എന്താ കിട്ടുക? ഫ്രീക്വൻസി ν2 is equal to 3v/4l എന്ന് കിട്ടും. അതായത് 3 into v/4l. ഈ v/4l ആണ് ν1. അപ്പൊ ν2 is equal to 3ν1. ഇതിനെ നമ്മൾ കണ്ടോ, സെക്കൻഡ് ഹാർമോണിക് എന്നല്ല, തേർഡ് ഹാർമോണിക് എന്നാണ് വിളിക്കുക. അതാണ് ഈ പേരുകൾ വളരെ കൃത്യമായിട്ട് ഓർമ്മ വേണം. ഇവിടെ 3 എന്നാണ്. അപ്പൊ തേർഡ് ഹാർമോണിക് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. അപ്പൊ തേർഡ് ഹാർമോണിക്കിന്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ചിത്രമാണ് വരയ്ക്കേണ്ടത്. ഏതില്? 1 end ക്ലോസ്ഡ്, 1 end ഓപ്പൺ പൈപ്പിൽ കേട്ടോ. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. n is equal to 2 കൊടുക്കുക, l is equal to 5λ/4. ചിത്രം എങ്ങനെ വരയ്ക്കും? നോഡ് വരയ്ക്കുക. ഇവിടെ ആന്റി നോഡ് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു പകുതി ആവുമ്പോൾ ആദ്യത്തെ നോഡാണ്, പിന്നെ മുക്കാലാകുമ്പോൾ രണ്ടാമത്തെ നോഡാണ്. മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. അപ്പൊ 5λ/4 ആവുമ്പോഴാണ് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ടാവുക. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കുന്നു അല്ലെ. l is equal to 5λ3/4. അതിൽ നിന്ന് ലാംഡ കാണുന്നു, ഫ്രീക്വൻസി കാണുന്നു. അപ്പൊ എന്ത് കിട്ടും? 5v/4l എന്ന് കിട്ടും. v/4l എന്ന് പറഞ്ഞാൽ ν1 ആണ്. സോ ν3 is equal to 5ν1. അത് നമ്മൾ ഫിഫ്ത്ത് ഹാർമോണിക് എന്നാണ് വിളിക്കുക. അപ്പോ ചിത്രം വരയ്ക്കണം. ഈ വാക്കുകൾ ഓർമ്മ വേണം കേട്ടോ. കണ്ടോ, ഇവിടെ കണ്ടോ, ഫസ്റ്റ് ഹാർമോണിക് കഴിഞ്ഞാൽ തേർഡ് ഹാർമോണിക് ആണ്, തേർഡ് ഹാർമോണിക് കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഹാർമോണിക് ആണ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ഫ്രീക്വൻസികളുടെ റേഷ്യോ എഴുതിയാൽ ν1 equal to ν2 equal to ν3 എഴുതിയാൽ എന്താ കിട്ടുക? 1:3:5 എന്നാ കിട്ടുക. നേരത്തെ നമ്മൾ എന്താ കിട്ടിയത്? സ്ട്രെച്ചഡ് സ്ട്രിങ്ങില് 1:2:3 ആണ് കിട്ടിയത്. അപ്പോ ഇവിടെ ഓഡ് മൾട്ടിപ്പിൾസ് മാത്രമാണ്, ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമാണ് ഇവിടെ എന്തായിട്ടുള്ളത്? പ്രസന്റ് ആയിട്ട് ഉള്ളത്. ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് കേട്ടോ. അപ്പൊ സ്ട്രെച്ചഡ് സ്ട്രിങ്ങില് എല്ലാ ഫ്രീക്വൻസിയും ഉണ്ടാവും. ക്ലോസ്ഡ് പൈപ്പില്, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു ഭാഗം ക്ലോസ്ഡും മറ്റേ ഭാഗം ഓപ്പണും ആണ് കേട്ടോ. അത്തരം പൈപ്പുകളെയാണ് നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് എന്ന് വിളിക്കുക. അതും പ്രത്യേകം ഓർമ്മ വേണം. മറ്റേത് രണ്ട് ഭാഗം ക്ലോസ്ഡ് ആയിട്ട് എടുത്താൽ നമ്മൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെ അതേ കണ്ടീഷനായി. അപ്പൊ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ക്ലോസ്ഡും മറ്റേ ഭാഗം ഓപ്പണും ആണ്. അപ്പൊ നമുക്ക് ഓഡ് ഹാർമോണിക്സേ കിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ കേസ് ഓപ്പൺ പൈപ്പാണ്. ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗവും എന്താണ്? ഓപ്പൺ ആണ്. രണ്ട് ഭാഗം ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ആന്റി നോഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുക. നോക്കൂ, പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആർ കോൾഡ് ഓപ്പൺ പൈപ്പ്. x equal to 0 ഓപ്പൺ ആണ്, x equal to l ഓപ്പൺ ആണ്. ബോത്ത് എൻഡ്സ് ഓപ്പൺ ആയതുകൊണ്ട് ആന്റി നോഡാണ് രണ്ട് എൻഡിലും ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ എന്തായിരിക്കും? നോക്കൂ, ചിത്രം നോക്കൂ, കണ്ടോ. അപ്പൊ ഇവിടെയും ആന്റി നോഡ് വേണം, ഇവിടെയും ആന്റി നോഡ്. അപ്പൊ നടുവിൽ ഒരു നോഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ലെങ്ത് ഇത് എത്ര ഉണ്ടാവും? ഇത് ഇത്രയും λ/4 ആണ്. വീണ്ടും ഒരു λ/4. അപ്പൊ λ/2. ഒരു ക്രസ്റ്റിൽ നിന്ന് തുടങ്ങി അടുത്ത ട്രഫ് വരെ λ/2. അങ്ങനെയാണ് l is equal to λ. ഇത് ഫസ്റ്റ് മോഡ് ആയതുകൊണ്ടാണ് 1 എന്ന് എഴുതിയത്. λ1/2. ഫ്രീക്വൻസി കാണുക. λ1 is equal to 2l. ഫ്രീക്വൻസി കാണുക. അപ്പൊ ν1 is equal to v/2l എന്ന് കിട്ടും. This frequency is called fundamental frequency of first harmonic. എന്തായിരിക്കും സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ? വീണ്ടും രണ്ട് ആന്റി നോഡ് കാണാം രണ്ട് എൻഡിലും. അതുകൊണ്ട് നടുവിൽ എത്ര ഉണ്ടാവും? രണ്ട് നോഡുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെയോ ഒരു ക്രസ്റ്റിൽ നിന്ന് തുടങ്ങി ഒരു ട്രഫിലെത്തി, വീണ്ടും ഒരു ക്രസ്റ്റിലെത്തി. അപ്പൊ l is equal to λ. അതിൽ നിന്ന് നമ്മൾ ν2 കാണുക. എന്താ കിട്ടുക? 2v അല്ലെങ്കിൽ v/l എന്ന് കിട്ടും. മുകളിലും താഴെയും 2 ഇടുക. അപ്പൊ 2v/2l എന്ന് കിട്ടും. അതെന്തിനാണ്? 2 into ν1.
ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ സെക്കൻഡ് ഹാർമോണിക്. രണ്ടാണല്ലോ, അപ്പൊ സെക്കൻഡ് ഹാർമോണിക് എന്ന് വിളിക്കുക. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ, വീണ്ടും രണ്ട് എൻഡിലും ആന്റി നോഡ്സ്, അതിനനുസരിച്ചുള്ള നോഡുകൾ അകത്ത് ചേർത്ത് കൊടുക്കുക. അപ്പൊ L is equal to, നോക്കൂ, ഇവിടെ തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ഒരു വേവ് ലെങ്ത് ആയി അല്ലെ. ഒരു ക്രസ്റ്റിൽ നിന്ന് തുടങ്ങി ഒരു ട്രഫിലെത്തി, അടുത്ത ക്രസ്റ്റിലെത്തുമ്പോൾ ഒരു ലാംഡയായി, വീണ്ടും ക്രസ്റ്റിൽ നിന്ന് പോയി ട്രഫിലെത്തി, അപ്പോൾ ഒരു ലാംഡയും പിന്നെ ഒരു അരക്കഷ്ണം, അപ്പോൾ 1.5 അല്ലെങ്കിൽ 3 λ/2. അപ്പോൾ L ലാംഡയ്ക്കുള്ള ഇക്വേഷൻ എഴുതാം, ν3ക്കുള്ള ഇക്വേഷൻ എഴുതാം. അപ്പൊ എന്താ കിട്ടുക? 3v/2L, അതായത് 3 × ν1. ഇപ്പൊ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഇൻ ആൻ ഓപ്പൺ പൈപ്പ് that can be produced in an open pipe are in the ratio ν1 is to ν2 is to ν3. ഇത് ഫസ്റ്റ് കണ്ടീഷൻ പോലെയാണ് വരിക, പക്ഷെ ചിത്രത്തിൽ മാറ്റം ഉണ്ട് കേട്ടോ. 1 is to 2 is to 3 അല്ലെ. അതായത് എല്ലാ ഹാർമോണിക്സും ഒരു ഓപ്പൺ പൈപ്പിൽ ഉണ്ടാക്കാൻ കഴിയും. Thus open pipes are preferred than closed pipes in musical instruments. ഓടക്കുഴലൊക്കെ ഓപ്പൺ പൈപ്പാണ്. അതുകൊണ്ടാണ് ഒരു ക്ലോസ്ഡ് പൈപ്പ് പറഞ്ഞാൽ നമ്മൾ പെന്നിന്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ വിസിൽ ചെയ്യില്ലേ, അതൊരു ക്ലോസ്ഡ് പൈപ്പാണ്. ഒരു ഭാഗം ക്ലോസ്ഡും മറ്റേത് ഓപ്പൺ. ബാക്കി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ വെച്ചിട്ട് വായിക്കുന്ന എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും, എയർ ഇത് ഉപയോഗിച്ച് വായിക്കുന്ന എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഓപ്പൺ പൈപ്പാണ്. നമ്മൾ ഓടക്കുഴൽ, നാദസ്വരം ഒക്കെ ഓപ്പൺ പൈപ്പാണ്. അതുകൊണ്ടാണ് അതിനെ നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് എല്ലാ ഫ്രീക്വൻസികളെയും നമുക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അത്തരം വസ്തുക്കൾ, ഓപ്പൺ പൈപ്പുകളൊക്കെ നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ക്ലോസ്ഡ് പൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഇനി എൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 1 meter long pipe with a movable piston at one end and an opening at the other will be in resonance with a tuning fork vibrating at 340 Hz. If the length of the pipe is 79.3 cm or 25.5 cm, calculate the speed of sound in air. ഇത് റെസണൻസ് കോളം എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണിത്. റെസണൻസ് കോളം ഉപയോഗിച്ച് സൗണ്ട് ഓഫ് ദി എയറിലൂടെ പോകുമ്പോഴുള്ള സൗണ്ടിന്റെ വെലോസിറ്റി, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണമാണ്. റെസണൻസ് കോളം എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ഉണ്ടാവും, അതിൽ നമ്മൾ വെള്ളം നിറയ്ക്കും, അതിലേക്ക് നമ്മൾ വേറൊരു ട്യൂബിനെ ഇറക്കി കൊടുക്കും. ഈ രണ്ടാമത് ഉള്ളിൽ ഇറക്കിയ ട്യൂബിനെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ അകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് അതിന്റെ താഴെ ഭാഗം എന്താണ്? ക്ലോസ്ഡ് ആയിട്ടുള്ള എൻഡാണ്. മുകൾ ഭാഗം എന്താണ്? ഓപ്പൺ എൻഡാണ്. അപ്പൊ ചോദ്യം എന്താ വെച്ചാല്, റെസണൻസ് വിത്ത് ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ശബ്ദം, ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചിട്ട് ഇതിന്റെ മുകളിൽ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഒരു ബീപ്പ് ശബ്ദം കേൾക്കും. ആ ബീപ്പ് ശബ്ദം മാക്സിമം ആവുമ്പോഴാണ് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷനും ഇതിനകത്തുള്ള എയർ കോളത്തിന്റെ വൈബ്രേഷനും ഒരേ റെസണൻസിൽ അല്ലെങ്കിൽ ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുക. അപ്പോഴാണ് നമുക്ക് ഈ ശബ്ദം കൂടുതലായിട്ട് കേൾക്കുക. അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട, അതൊക്കെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. തന്നിട്ടുള്ള എന്താ? ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് തന്നിട്ടുണ്ട്, 340 Hz ആണ്. ലെങ്ത് ഓഫ് ദി പൈപ്പ് 2 തന്നിട്ടുണ്ട്, 25.5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്, 79.3 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് കണ്ടില്ലേ, അവിടെ ഫസ്റ്റ് മോഡ് അല്ലെങ്കിൽ L1 എന്ന് പറയുന്നതിന്റെ ലെങ്ത് ആണ് 25.5 സെന്റിമീറ്റർ. L2 എന്ന് പറയുന്നതിന്റെ ലെങ്ത് ആണ് 79.3 സെന്റിമീറ്റർ. അപ്പൊ L1 തന്നിട്ടുണ്ട്, സെന്റിമീറ്ററിനെ മീറ്ററിലാക്കി 0.255. ഗീവൺ പൈപ്പിന് പിസ്റ്റൺ ആണ് ഒരു എൻഡിലുള്ളത്. അതായത് ഈ പൈപ്പിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? വൺ എൻഡ് ക്ലോസ്ഡ് ആൻഡ് അതർ എൻഡ് ഓപ്പൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതായി ചിത്രം പോലെ. അപ്പൊ ഫസ്റ്റ് മോഡിലുള്ള ലെങ്ത് ആണല്ലോ എടുത്തത്, അപ്പൊ ചിത്രം ഇതാ ഇതുപോലെ ഉണ്ടാവുക. ഇങ്ങനത്തെ സിസ്റ്റം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അവർ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാകുള്ളൂ. എന്താണ് റിലേഷൻ? ഈ ചിത്രം നോക്കി നമുക്ക് കാണാം. ഈ വേവിന്റെ ഒരു കാൽ ഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ L1 is equal to λ/4. അതിൽ നിന്ന് λ is equal to 4 into L1, 0.255 into 4, അതായത് 1.02 മീറ്റർ. അപ്പൊ സ്പീഡ് ഓഫ് ദി സൗണ്ട് എങ്ങനെയാ കിട്ടുക? V is equal to ന്യൂ ലാംഡ. ആ ഇക്വേഷൻ ന്യൂ ലാംഡ. അപ്പൊ V is equal to 340 into 1.02. ഈ ന്യൂ എവിടുന്ന കിട്ടിയത്? ഫ്രീക്വൻസി ആണ്. അത് 340 Hz ആണ്, ഇൻ റെസണൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 340 into 1.02 എന്ന് പറഞ്ഞത്. സോ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ഇൻ എയർ ഈസ് 346.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും.
അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കണം. ആ 3 ഡെറിവേഷനും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും ക്ലോസ്ഡ് പൈപ്പും ഓപ്പൺ പൈപ്പും ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി മാറി മാറി ചോദിക്കുന്ന ഡെറിവേഷനാണ്. ചെറിയ ഒരു ശ്രദ്ധ കൊടുത്താൽ വളരെ കണക്റ്റഡ് ആയിട്ട് എല്ലാം പഠിച്ച് പോകാം. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.